ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 10 ഈസി കിച്ചൺ ക്ലീനിങ് ഹാക്സുമായിട്ടാണ്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 1, നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ ചപ്പാത്തിക്കല്ലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ടവൽ വെച്ചേക്കുക. അപ്പോൾ പൊടിയൊന്നും വീണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് മെസ്സി ആവത്തില്ല. അതുപോലെ ആ പൊടിയൊന്നും താഴെ വീണ് വേസ്റ്റ് ആവുകയും ചെയ്യില്ല. സെക്കൻഡ് ടിപ്പ്, നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ചിട്ട് അതിനകത്തോട്ട് ഇടാൻ ശ്രമിക്കുക. വേസ്റ്റ് കൗണ്ടർ ടോപ്പിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ്, സാധനങ്ങൾ ഉപയോഗശേഷം അപ്പോൾ തിരിച്ച് എടുത്ത് അതത് പ്ലേസിൽ വെക്കുക. ഇത് വളരെ ഒബ്വിയസ് ആയ ഒരു ടിപ്പാണ്, പക്ഷേ എപ്പോഴും നമ്മളത് ഫോളോ ചെയ്യുക. നമ്മുടെ ഓയിൽ ഡിസ്പെൻസർ എല്ലാം ഉപയോഗശേഷം ഒന്ന് തുടച്ചു വെച്ചേക്കുക. കാരണം അതിൽ എപ്പോഴും ഓയിൽ വീണ് സ്റ്റിക്കായി ആ പാത്രങ്ങളിൽ ഒരു പാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതെപ്പോഴും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ടെയ്നേഴ്സ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ നമ്മുടെ പഴയ സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ ക്യാൻസിലെല്ലാം ഇങ്ങനെ എണ്ണ ഒലിച്ച് ഉള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഇത് നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ക്യാനിന് അങ്ങനെ പ്രശ്നമില്ല. നമ്മുടെ സിങ്കിനടുത്ത് എപ്പോഴും ഒരു വേസ്റ്റ് ബിൻ, ചെറിയ വേസ്റ്റ് ബിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് പാത്രത്തിലുള്ള വേസ്റ്റ് അപ്പോൾ തന്നെ ഈ കുഞ്ഞു വേസ്റ്റ് ബിന്നിലകത്തോട്ട് ആക്കുക. നമ്മൾ നേരെ സിങ്കിനകത്തോട്ട് വേസ്റ്റോട് കൂടി സിങ്കിൽ പാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആരെങ്കിലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൻ്റെ അകത്തൂടെ ഈ വേസ്റ്റ് താഴോട്ട് ഇറങ്ങി സിങ്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു വേസ്റ്റ് ബിൻ വെക്കുക. ഞാനിത് പീഡിയാഷ്യൂറിൻ്റെ ഒരു ബോട്ടിലാട്ടോ വെച്ചേക്കുന്നത്. ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി, കാരണം അതിൻ്റെ ലിഡ് അതിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്കത് കഴുകാനും എല്ലാം ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം അറ്റ്ലീസ്റ്റ് നമ്മൾ പാത്രം കഴുകുന്നില്ലെങ്കിൽ നമ്മളത് പാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് ഇട്ടേക്കുക. നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചോപ്പിംഗ് ബോർഡ് അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. അത് കഴിയണതും നമ്മൾ ഒരു പീസ് ലെമണും സോൾട്ടും വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ക്ലീൻ ആവാനും അതിൽ ഈ ചിക്കൻ്റെ എല്ലാം ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് പോവാനും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് നമ്മുടെ രാത്രി നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം കിച്ചൺ സിങ്ക് നന്നായി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 ടീസ്പൂൺ ഉപ്പ് വിതറുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒരു യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ലെമൺ, അതിൻ്റെ ആ ലെമൺ പീലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഉപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും സ്ക്രബ് ചെയ്യുക. ഇതൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിലോ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് നല്ല ഫ്രഷ് സ്മെല്ലിംഗ് ആയിട്ട് ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ സ്ഥലത്തും അഴുക്കുള്ള ഏതെങ്കിലും സ്ഥലത്ത് അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലെമൺ വെച്ചിട്ട് തന്നെ നമ്മൾ സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ലെമൺ പീൽ കളയണ്ട, അത് ആ സിങ്കിൻ്റെ ഹോളിൽ അവിടെ ഇട്ടേക്കുക ആ നൈറ്റ്. അപ്പം പിറ്റേ ദിവസം നല്ല ഫ്രഷ് സ്മെല്ലിംഗ് ആയിട്ടുള്ള സിങ്ക് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇപ്പം മിക്സീനെ കുറിച്ചാണ്. നമ്മൾ മിക്സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദോശമാവിനോ മയണൈസിനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴുകി വെക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കെങ്കിലും ഒരു തുള്ളി ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പൾസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്സി കൂടുതൽ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള കയ്യിലുകൾ വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്പൂൺ റെസ്റ്റ് യൂസ് ചെയ്യുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രം വെച്ചാലും മതി. അപ്പോൾ കറിയൊക്കെ ഇളക്കിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെറുതെ അങ്ങ് വെച്ചാൽ കൗണ്ടർ ടോപ്പ് വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. നമ്മുടെ കബേർഡ്സിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ഷെൽഫുകളുടെ ഇടയിൽ ഇതുപോലുള്ള ലൈനേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ക്ലീനിങ് വളരെ ഈസിയാണ്. ഏതെങ്കിലും ഫുഡെല്ലാം താഴെ വീണാൽ ഈ ലൈനേഴ്സിലാണ് പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ലൈനേഴ്സ് കൊണ്ടുപോയി എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. ഷെൽഫെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.